ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മസാലയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല കിളുന്ത് വെണ്ടയ്ക്കയാണ്, കണ്ടോ. ഇതുപോലെ ഒടിഞ്ഞ് കിട്ടണം വെണ്ടയ്ക്ക, നല്ല ഫ്രഷ് കിളുന്ത് വെണ്ടയ്ക്ക. അതിന് വേണ്ടിയിട്ട് 2 സവാള, 1 തക്കാളി, പച്ചമുളക് ഒരു 5-6 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 6 അല്ലി. ഇഞ്ചി അധികം നമ്മൾ മുറിച്ചെടുക്കും കേട്ടോ, ചെറിയ കഷ്ണം. ആദ്യം തന്നെ നമ്മളിവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. സവാള കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് വളരെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതാക്കി. വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തു, തക്കാളിയും കട്ട് ചെയ്തെടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി വയ്ക്കാം. കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെണ്ടയ്ക്ക ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. വെണ്ടയ്ക്ക കഴുകി നല്ലപോലെ തുടച്ചെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇതുപോലെ ഒരു വെണ്ടയ്ക്ക 2 കഷ്ണമാക്കുന്ന രീതിയിൽ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിലും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യരുത് കേട്ടോ. നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. കണ്ടോ, നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശമൊക്കെ ഒന്ന് വഴങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു അരിപ്പ കയ്യിൽ വെച്ചിട്ട് കോരിയെടുക്കാം. നല്ലപോലെ എല്ലാം ഒന്നൊന്നായിട്ട് എണ്ണ ഇങ്ങനെ കുടഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. എണ്ണ കുടഞ്ഞ് നമുക്ക് എല്ലാ വെണ്ടയ്ക്കയും എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുതേ, തുടച്ചിട്ട് വേണം എടുക്കാൻ. പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വെണ്ടയ്ക്ക ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കിയ ശേഷം വെണ്ടയ്ക്ക എടുത്താൽ മതി. ആദ്യം തന്നെ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ജീരകം പൊട്ടുമ്പോഴേക്കും നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അത് ഇട്ട് കൊടുക്കാം. നല്ല പോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 4 വലിയ കഷ്ണം ഒരു സവാള ആക്കിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ജസ്റ്റ് 1 സെക്കൻഡ് നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്ത് കിട്ടും. വളരെ എളുപ്പത്തിൽ പണിയും കഴിയും. കട്ട് ചെയ്യാനിരിക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇത്രയും നേരത്തായിട്ട് കട്ട് ചെയ്യണ്ടേ. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. കുറച്ച് സവാളയുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ തന്നെ നല്ല പോലെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് എണ്ണ നമ്മൾ ആദ്യമേ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എണ്ണ തന്നെ മതി, പിന്നെ കൂടുതൽ എണ്ണ വേണ്ട. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോഴേക്കും നമ്മളിവിടെ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയും നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴങ്ങി വരുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കണ്ടോ, നല്ല പോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, കശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ നിറച്ച്, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കായം 2 പിഞ്ച്, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഡ്രൈ മാംഗോ പൗഡർ 1/2 ടീസ്പൂൺ. കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, തെറ്റണ്ട. കുറച്ചധികം മസാലക്കൂട്ടുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിയ ശേഷം കുക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇതെല്ലാം കൂടി ചേർത്ത് മസാലക്കുത്തിൻ്റെ മണമൊക്കെ മാറുന്നത് വരെ, മണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. കണ്ടോ, 1 മിനിറ്റോളം നല്ലപോലെ നമുക്ക്
വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ശേഷം നമുക്കൊരു കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി അറിയാലോ, ഉലുവയുടെ ഇല ഉണക്കിയത്. ഇത് ഒരു പിഞ്ച്, അതായത് 1 ടേബിൾ സ്പൂൺ അളവിലുണ്ടാകും. കസൂരി മേത്തിയും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് 1 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ കസൂരി മേത്തിയും മസാലക്കൂട്ടുകളും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിള വരുമ്പോഴേക്കും അടുത്ത 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിച്ചേക്കരുത്. ഇത്തരം കറികൾ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കാൻ പാടുള്ളൂ. കണ്ടോ, നല്ലപോലെ തിള വരുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. മസാലപ്പൊടികൾ ചേർത്തപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിള വന്ന ശേഷം നമ്മളിവിടെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങനെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പതുക്കെ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. നറുനെയ്യ് ഉണ്ടല്ലോ, ദേശി ഗീ എന്ന് പറയുന്നത്, അതിട്ട് കൊടുക്കാം. അമൂലോ RKGയോ എന്തുമാവാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ നെയ്യിൻ്റെ മേലേക്ക് ഈ മസാലകളെല്ലാം കവർ ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, മസാലക്കൂട്ടുകൾ കുറച്ചധികമുണ്ട് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. വളരെ ടേസ്റ്റിയായ ഒരു വെണ്ടയ്ക്ക മസാലയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ദാബ സ്റ്റൈലുള്ള ഒരു കറിയാണ്. ഒന്ന് ജസ്റ്റ് തിള വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടോ, എണ്ണ തെളിഞ്ഞു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നല്ല ടെക്സ്ചറാണ് ഇതിൻ്റെ, ഒരു തിക്ക് ഗ്രേവി ടെക്സ്ചറാണ് ഇതിന് കിട്ടുന്നത്. ഒരു മസാല കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പതിവ് പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഉള്ള എല്ലാവർക്കും ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു വെറൈറ്റി വിഭവങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെറൈറ്റി വിഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.